നമസ്കാരം. കേരളം ചുട്ടുപൊള്ളുകയാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെട്ട ചൂടാണ് ഈ വർഷം ഫെബ്രുവരിയിൽ തന്നെ അനുഭവപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ തണുപ്പും പകൽ സമയങ്ങളിൽ അതികഠിനമായി ചൂട് എന്നതാണ് നിലവിലെ കാലാവസ്ഥ. കഴിഞ്ഞ ദിവസങ്ങളിൽ പകൽ താപനില സാധാരണക്കാൾ 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്ന നിലയിലായിരുന്നു. ഫെബ്രുവരി 2-ാം തീയതി കണ്ണൂരിൽ രേഖപ്പെടുത്തിയത് രാജ്യത്തെ തന്നെ ഏറ്റവും ഉയർന്ന ചൂടാണ്, 37 ഡിഗ്രി സെൽഷ്യസ്. വായുവിലെ ഉയർന്ന ഈർപ്പമാണ് ചൂട് കഠിനമാകുവാനും കാരണം. ഉയർന്ന ഈർപ്പം ചൂട് യഥാർത്ഥ താപനിലയേക്കാൾ 5 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നിരിക്കുവാൻ കാരണമാകുന്നുണ്ട്. വരും മാസങ്ങളിലും കഠിനമായ ചൂടിന് സാധ്യത ഉണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. സമുദ്രജലത്തിലെ താപനില ഉയരുന്ന എൽ നിനോ പ്രതിഭാസമാണ് കേരളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വരണ്ട കാലാവസ്ഥയ്ക്ക് കാരണമാകുന്നത്. ഈ സാഹചര്യം പലപ്പോഴും ഇന്ത്യൻ മൺസൂണിനെ ദുർബലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ വർഷത്തിന്റെ 2-ാം പകുതിയിൽ എൽ നിനോ ആരംഭിച്ചാൽ അത് മൺസൂൺ മഴ കുറയ്ക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യും. ദക്ഷിണേന്ത്യയിൽ ചൂട് കൂടുതൽ അനുഭവപ്പെടുന്നത് ഇപ്പോൾ കേരളത്തിലാണ്. തമിഴ്നാടിനേക്കാൾ പകൽ ചൂട് കേരളത്തിൽ വർദ്ധിക്കുന്നുണ്ട്. കോഴിക്കോടിലും ആലപ്പുഴയ്ക്കും ഇടയിലുള്ള ജില്ലകളിലാണ് ഇന്നും നാളെയും കൂടുതൽ ചൂട് അനുഭവപ്പെടുക. തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിൽ താപനില 36 ഡിഗ്രി സെൽഷ്യസ് കടക്കും. കൊല്ലം, പത്തനംതിട്ട, കോട്ടയം ജില്ലകളുടെ ഇടനാട് പ്രദേശങ്ങളും ചൂട് കൂടും. കേരളത്തിൽ ഏറ്റവും കുറവ് ചൂട് രേഖപ്പെടുത്തുക മൂന്നാർ ഉൾപ്പെടെയുള്ള ഹൈറേഞ്ച് മേഖലകളിലാണ്. എന്നാൽ ഇക്കുറി ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിൽ ചൂട് കൂടുതലാകും. അതേസമയം വയനാട് ജില്ലയിൽ എല്ലായിടത്തും മിതോഷ്ണ കാലാവസ്ഥ അനുഭവപ്പെടും. ഇതിന്റെ ഒരു സ്വാധീനം കോഴിക്കോട് ജില്ലയിലും ഉണ്ടാകും. അതിനാൽ കോഴിക്കോടും മറ്റു ജില്ലകളെ അപേക്ഷിച്ച് ചൂട് കുറയും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളുടെ തീരദേശത്തും കടൽക്കാറ്റിന്റെ സ്വാധീനം മൂലം താപനിലയെ ഗണ്യമായ തോതിൽ വർദ്ധിക്കില്ല. തമിഴ്നാടിന്റെ തെക്കൻ മേഖലയായ തൂത്തുക്കുടി, കന്യാകുമാരി, മധുര മേഖലകളിൽ ചൂട് കൂടും. കർണാടകയുടെ ഉൾനാടൻ പ്രദേശങ്ങളും ചൂട് കുറയും. കേരളത്തിൽ മഴ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എവിടെയുമില്ല. വരണ്ട അന്തരീക്ഷ സ്ഥിതി അനുഭവപ്പെടും. രാത്രി തണുപ്പും പകൽ ചൂടുമുള്ള അന്തരീക്ഷമായതിനാൽ അസുഖങ്ങൾ വർദ്ധിക്കുവാനും ഇടയുണ്ട്. രാത്രി പകൽ താപനിലകളിൽ നിലവിൽ 10 മുതൽ 18 ഡിഗ്രി വരെ പലയിടത്തും വ്യതിയാനമുണ്ട്. കണ്ണൂർ വിമാനത്താവളത്തിൽ ഇന്നത്തെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കനുസരിച്ച് കൂടിയ താപനില 38.4 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ താപനില 20.7 ഡിഗ്രി സെൽഷ്യസുമാണ്. 17.7 ഡിഗ്രിയാണ് വ്യതിയാനം. കോട്ടയത്ത് കൂടിയ താപനില 36 ഡിഗ്രിയും കുറഞ്ഞ താപനില 22 ഡിഗ്രിയുമാണ്. 14 ഡിഗ്രിയാണ് വ്യതിയാനം. പുനലൂരിൽ കൂടിയ താപനില 35.6 ഡിഗ്രിയും കുറഞ്ഞ താപനില 18.5 ഡിഗ്രിയുമാണ്. 17.1 ഡിഗ്രിയാണ് വ്യതിയാനം. കോഴിക്കോട് നഗരത്തിൽ കൂടിയത് 35 ഡിഗ്രിയും കുറഞ്ഞത് 23.7 ഡിഗ്രിയുമാണ്. 11 ഡിഗ്രിയാണ് വ്യതിയാനം. ചൂടും തണുപ്പും മാറി വരുന്ന സാഹചര്യം ശരീരത്തിന്റെ താപനില നിയന്ത്രണ സംവിധാനത്തെയും രോഗപ്രതിരോധ ശേഷിയും ആശങ്കപ്പെടുത്തും. തണുപ്പുള്ളപ്പോൾ ശരീരത്തെ ചൂടാക്കാനും ചൂടുള്ളപ്പോൾ ശരീരത്തെ തണുപ്പിക്കുവാനും ശരീരം ശ്രമിക്കും. ഒരു ദിവസം 2 തവണ ഇത്തരത്തിൽ പെട്ടെന്ന് സിസ്റ്റം മാറുമ്പോൾ ആരോഗ്യം താളം തെറ്റും. രക്തക്കുഴലുകൾക്കും മറ്റും ഇത് പ്രശ്നമുണ്ടാക്കും. കാലാവസ്ഥയിലെ വ്യതിയാനം രോഗപ്രതിരോധ ശേഷി ബാധിക്കുകയും അസുഖങ്ങൾ കൂട്ടുകയും ചെയ്യും. പകൽ താപനിലയും രാത്രി താപനിലയും തമ്മിലുള്ള വ്യതിയാനത്തെ DTR എന്നാണ് പറയുക. ഇവിടെ ഉണ്ടാകുന്നത് ശ്വാസകോശ അസുഖങ്ങളാണ്. 10 ഡിഗ്രിയിലധികം DTR വ്യതിയാനം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രതിരോധ ശേഷി കുറയുന്നത് വൈറൽ ഇൻഫെക്ഷനുകൾക്ക് കാരണമാകും. ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും ഈ സമയം കൂടും. അതായത് ആസ്മ, COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് പോലുള്ള അസുഖവും ഈ ഒരു താപനില വ്യതിയാനത്തിൽ ഉണ്ടാകും. ദഹന പ്രശ്നങ്ങൾ ഉണ്ടാകും. താപനിലയിലെ വ്യതിയാനം ഛർദി, അതിസാരം, വയറിളക്കം എന്നിവയ്ക്കും ചെറുകുടലുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾക്കും കാരണമാകും. കൂടാതെ ക്ഷീണവും അസ്വസ്ഥതയും ഉണ്ടാകും. ശരീരത്തിന് ക്ഷീണവും തളർച്ചയും ദിവസവും ചെയ്യുന്ന ജോലികൾ ചെയ്യാനുള്ള പ്രയാസവും ചൂടും തണുപ്പും ഒരു ദിവസം തന്നെ മാറുമ്പോഴുള്ള അസ്വസ്ഥതകളാണ്. കൂടാതെ സന്ധിവേദനകൾ കൂടും. താപനില കുറയുമ്പോൾ സന്ധികൾക്ക് മുറുക്കം അനുഭവപ്പെടുകയും വേദന കൂടുകയും ചെയ്യും. വാതരോഗവും ഈ ഒരു കാലാവസ്ഥയിൽ ബുദ്ധിമുട്ടിക്കും. ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ കൂടുമ്പോൾ ഈ പറയുന്ന ജാഗ്രത പുലർത്തണം. അതായത് പ്രായമായവർ, 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കാണ് കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുണ്ടാവുക. അതുകൊണ്ട് ഇവർ മരുന്നുകളും വിശ്രമവും പോഷക സമൃദ്ധമായ ഭക്ഷണവും ലഘു വ്യായാമങ്ങളും യോഗ, പ്രാർത്ഥന തുടങ്ങിയവയുമായി ശരീരത്തെയും മനസ്സിനെയും ശക്തമായി നിലനിർത്തണം. പിന്നെ കുട്ടികൾക്കും കാലാവസ്ഥ മാറ്റം കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. കൂടുതൽ വെള്ളം കുടിക്കാനും നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കുവാനും തണുപ്പ് ഏൽക്കാതെ നോക്കണം. ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ മാതാപിതാക്കൾ ജാഗ്രത പുലർത്തുക. മറ്റു രോഗങ്ങളുള്ളവർ, അതായത് ഹൃദയ ശ്വാസകോശ രോഗികളും പ്രമേഹമുള്ളവരും കൂടുതൽ ജാഗ്രത വേണം. പ്രമേഹ രോഗവുമായി ബന്ധപ്പെട്ട മറ്റു ശാരീരിക പ്രശ്നമുള്ളവരും കാലാവസ്ഥാ മാറ്റം കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധരുടെ ഉപദേശം തേടണം. മരുന്നും മറ്റും മുടക്കരുത്. സ്ട്രോക്കിനും ഹൃദ്രോഗത്തിനും സാധ്യതയുണ്ട്.
10 മുതൽ 15 ഡിഗ്രി സെൽഷ്യസ് വരെ TTR ഉണ്ടാകുമ്പോൾ രോഗങ്ങൾ കൂടുന്നതായി പഠനങ്ങൾ പറയുകയാണ്. 16 ഡിഗ്രിയിൽ TTR പക്ഷാഘാതം സാധ്യതയും വർദ്ധിപ്പിക്കും.